ഈ നദിക്കരയിലെ മറ്റ് വാഹനങ്ങൾ പരിശോധിച്ചാൽ ഏതൊക്കെയാണ് അത് ഒഴുകിപ്പോയിട്ടുണ്ടാവാൻ സാധ്യത എന്ന് കൃത്യമായി മനസ്സിലാകും. അങ്ങനെയാണ് ഈ അർജുന്റെ വാഹനം പുഴയിലേക്ക് ഒഴുകിയിട്ടുണ്ടെങ്കിൽ ഉപഗ്രഹ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് അതിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഈ ദേശീയപാതയിലെ CCTVകൾ വ്യാപകമായി പരിശോധിച്ചു എന്നുള്ളതാണ്. അർജുൻ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉച്ചരിച്ചത് അർജുന്റെ പേരായിരിക്കും അല്ലെ? ഇന്ന് ഈ നിമിഷം വരെ അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് ഓരോ മലയാളിയും. അർജുൻ ആരാണ്, അവൻ എന്താണ് സംഭവിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഈ കഴിഞ്ഞ 16-ാം തീയതി കർണാടകയിലെ ശിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ അർജുൻ ഓടിച്ച ഭാരത് ബെൻസ് ലോറിയും അപകടത്തിൽപ്പെടുകയുണ്ടായി. ഇന്ന് 22-ാം തീയതിയായി. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന നിമിഷം വരെ അർജുൻ ഓടിച്ച ലോറിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സംഭവബഹുലമായിട്ടുള്ള 6 ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് അല്ലെ? സംഭവം നടന്ന ആദ്യ ദിവസങ്ങളിൽ കർണാടക സർക്കാരിന്റെ അനാസ്ഥ മൂലം വലിയ രക്ഷാപ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിരുന്നില്ല. ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ ശ്വാസം മുട്ടിക്കെടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൂടിയും റോഡിലേക്ക് ഇറങ്ങി മണ്ണ് നീക്കുകയല്ലാതെ യാതൊരുവിധ രക്ഷാപ്രവർത്തനവും കർണാടക സർക്കാർ നടത്തിയിരുന്നില്ല. അങ്ങനെ കേരളത്തിൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാവുകയും അതിനെ തുടർന്ന് പ്രമുഖരായിട്ടുള്ള പലരും ഈ സംഭവത്തിൽ ഇടപെടുകയും ചെയ്തതോടെയാണ് ഇന്നിപ്പോ നമ്മൾ കാണുന്ന വിധത്തിലേക്കുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. JCB ഉപയോഗിച്ച് ഓരോ കൊട്ട മണ്ണ് നീക്കിയപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെ? അർജുന്റെ ലോറിയുടെ ലോഹത്തകിടിൽ JCBയുടെ കൈകൾ ഉരയ്ക്കുന്ന ശബ്ദത്തിനായി നമ്മൾ കാതോർത്തിരുന്നു അല്ലെ? എന്നാൽ ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചപ്പോഴും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു. നാഷണൽ ഹൈവേക്ക് വേണ്ടി മല തുരന്ന് മണ്ണെടുത്ത് മാറ്റിയിട്ട പ്രദേശത്താണ് ഈ സംഭവം നടക്കുന്നത്. ഹൈവേയുടെ പണി പൂർത്തിയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപകടം നടക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള ആ പ്രദേശത്തിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടല്ലോ, അപകടത്തിന് മുമ്പ് ഇങ്ങനെയായിരുന്നു ഈ പ്രദേശം ഉണ്ടായിരുന്നത്. റോഡിന്റെ ഒരു വശത്ത് ഒരു വലിയ മലയും നേരെ എതിർവശത്ത് ഗംഗാവാലി പുഴയുമാണുള്ളത്. ആ മല തുരന്നാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് മലയിൽ നിന്നും മണ്ണെടുത്ത് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അപകടം നടന്നതിന് ശേഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ണിനടിയിലുള്ള ശക്തമായ നീരൊഴുക്ക് കാരണം ഏത് നിമിഷവും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 40ഓളം ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഈ നീരൊഴുക്ക് കാരണം ഈ മലയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അത്രയും ഡേഞ്ചർ ആണെന്ന് അർത്ഥം. എന്നിരുന്നാലും ദീർഘദൂരത്തേക്ക് ലോഡുകൾ കൊണ്ടുപോകുന്ന ലോറികൾ ഈ റോഡിന്റെ ഇരുവശത്തുമായി നിർത്തിയിടാറുണ്ടായിരുന്നു. മലമുകളിൽ പതിയിരിക്കുന്ന അപകടത്തെ കുറിച്ചൊന്നും അറിയാതെ ലോറി ഡ്രൈവർമാർ അവിടെ നിർത്തിയിട്ട് കിടന്നുറങ്ങുമാറുണ്ടായിരുന്നു. നമ്മുടെ അർജുനും ഇതേപോലെ ലോറിയൊക്കെ നിർത്തിയിട്ട് വിശ്രമിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഡ്രൈവർമാർ വിശ്രമത്തിന് വേണ്ടി ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത് താങ്കളുടെ ലോറികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവിടെയുണ്ട്. പിന്നെ ഗംഗാവലി പുഴയിലും മറ്റും ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം. അത് കഴിഞ്ഞാൽ പുഴയുടെ തീരത്ത് തന്നെ ഒരു കുടുംബം നടത്തിയിരുന്ന ചെറിയ ഹോട്ടലുണ്ട്. അവിടെ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണവും കഴിക്കാം. ഇത്രയും കാരണങ്ങൾ കൊണ്ടായിരുന്നു ലോറി ഡ്രൈവർമാർ ആ പ്രദേശം തന്നെ തിരഞ്ഞെടുത്തിരുന്നത് വിശ്രമിക്കാനായി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചെറിയ ഹോട്ടൽ നടത്തിയിരുന്നത് 5-6 ആളുകൾ ചേർന്ന ഒരു കുടുംബമായിരുന്നു, ലക്ഷ്മണന്റെ കുടുംബം. അവരുടെ വീടും അത് തന്നെയായിരുന്നു. ലോറിക്കാരുടെ സ്ഥിരം വിശ്രമ കേന്ദ്രമായതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ കച്ചവടം ചെയ്തു പോവുകയായിരുന്നു അവർ. എന്ത് പറയാനാ, കുത്തിയൊലിച്ചു വന്ന മണ്ണിൽ ഒരാൾ പോലും ബാക്കിയായില്ല. 5 പേരും ദാരുണമായി മരണപ്പെട്ടു. കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതാകും ശരി. കാരണം ഈ കോരി ചുരിയുന്ന മഴയത്ത് ഏത് നിമിഷവും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് നിന്നും അവരെ മാറ്റി പാർപ്പിക്കാനോ എന്തിന് അവർക്കൊരു വാണിംഗ് കൊടുക്കാൻ പോലും അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ പിന്നെ കൊലപാതകം തന്നെയല്ല നടന്നത്. നമ്മുടെ നാട്ടിലൊക്കെ മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇവിടെ അങ്ങനെയൊന്നും നടന്നില്ല എന്നുള്ളതാണ്. കർണാടക സർക്കാരിന്റെ പിടിപ്പിക്കേടിനെ കുറിച്ചും നിഷ്ക്രിയത്വത്തെ കുറിച്ചും ഒക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്തായാലും മണ്ണിടിഞ്ഞതിന് മുമ്പുള്ള ചിത്രം നിങ്ങൾ കണ്ടില്ലേ? ഇനി മണ്ണിടിഞ്ഞതിന് ശേഷമുള്ള ചിത്രം ഞാൻ കാണിച്ചു തരാം. എല്ലാം മണ്ണെടുത്ത് പോയി അല്ലെ? എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി കഴിയുന്ന അത്രയും മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അർജുന്റെ ലോറി ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലത്തെ രക്ഷാപ്രവർത്തനം നിർത്തുന്ന സമയത്ത് ഏകദേശം 95% മണ്ണ് നീക്കി കഴിഞ്ഞു എന്നതാണ് കർണാടക റവന്യൂ വകുപ്പ് അവകാശപ്പെടുന്നത്. ഇനി ബാക്കിയുള്ള മണ്ണിനടിയിൽ അദ്ദേഹം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആർമി കാര്യം നിഷേധിക്കുകയുണ്ടായി. അവരിപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇനി ബാക്കിയുള്ള പ്രദേശത്തെ മണ്ണ് നീക്കിയതിനു ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നതാണ് അവർ പറയുന്നത്. ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ള ആൾക്കാരാണ് ആർമിക്കാർ അല്ലെ? അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അവർക്ക് എന്തായാലും റവന്യൂ മന്ത്രിയെക്കാളും വിവരമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും പിടിച്ചു നിൽക്കുന്നത്. മന്ത്രി പറഞ്ഞതുപോലെ തന്നെ 95% മണ്ണ് നീക്കിയിട്ടില്ല എന്നുള്ളതാണ് രക്ഷാപ്രവർത്തന വിദഗ്ധൻ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത്. ഇന്നലെ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തുമ്പോഴുള്ള ശിരൂരിലെ ചിത്രം ഞാൻ ഇവിടെ വെക്കാം. ഈ ഫോട്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. എന്തായാലും ഇനിയുള്ള ആശയം എന്താണെന്ന് വെച്ചാണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്തെയും കൂടി മണ്ണ് നീക്കി കഴിഞ്ഞാണെങ്കിൽ അവിടെ വെച്ച് അർജുനെ കിട്ടുമോ എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഗംഗാവലി പുഴയാണ്. അർജുന്റെ ലോറി മണ്ണിടിച്ചില്ല ഇനി പുഴയിലേക്ക് തെറിച്ചു പോയതായിരിക്കുമോ? അതിനും സാധ്യതയുണ്ട് അല്ലെ?
പക്ഷെ പൂർണ്ണമായി ഉറപ്പിക്കാനായിട്ടില്ല. മലയിൽ നിന്ന് കുത്തിയൊരിച്ച് വന്ന മണ്ണ് ഗംഗാവലി പുഴയിലെത്തി അവിടെ 3ഓളം മൺകൂനകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ എല്ലാം പരിശോധിക്കേണ്ടി വരും. ഓൾറെഡി ഒരു ടാങ്കർ ലോറി പുഴയിലേക്ക് തെറിച്ചു വീണിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ലോറി പുഴയുടെ വക്കിലുള്ള റോഡ് സൈഡിലായിരുന്നു നിർത്തിയിരുന്നത്. എന്നാൽ അർജുന്റെ ലോറി ആണെങ്കിൽ നേരെ പുഴയുടെ എതിർവശത്തുള്ള റോഡ് സൈഡിലാണ് നിർത്തിയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അർജുന്റെ ലോറി പുഴയിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നും മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകും എന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഈ മണ്ണിടിച്ചിലിന് ദൃക്സാക്ഷിയായ മലയാളം കൂടിയായിട്ടുള്ള ഒരു ലോറി ഡ്രൈവർ പറയുന്നത് അർജുന്റെ ലോറി പുഴയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേട്ടോക്കാം. നമുക്കിപ്പം അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ് ഒരു ലോറി ഡ്രൈവറാണ്. ഈ അപകടം ഉണ്ടാകുന്ന വേളയിൽ ഷിരൂരിൽ അഭിലാഷ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അധികൃതരെ അറിയിക്കാനുള്ള വിവരം. അഭിലാഷ്, ഈ അപകടം നടക്കുമ്പോൾ അഭിലാഷ് അതുവഴി വണ്ടി ഓടിച്ചു പോവുകയായിരുന്നു. ഈ അപകടം നടക്കുന്നത് അഭിലാഷ് നേരിട്ട് കണ്ടോ? അപകടം നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. 8:45 ഈ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അവിടെ ആ വഴിയോരത്ത് അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്നതും അഭിലാഷ് കണ്ടു കാണുമല്ലോ. അത്ര വ്യക്തമല്ല, കാരണം ഞാൻ രാത്രി വണ്ടി ഓടിച്ചിട്ട് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വണ്ടി പഞ്ചറായതിന്റെ പേരില് മറ്റേ എന്റെ കൂട്ടത്തിലുള്ള സഹ ഡ്രൈവർ വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഇപ്പം മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തുള്ള ഒരു ടയറുടെ ഉണ്ട്. ആ ടയറുടെ വന്ന് പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ ഇറങ്ങലും. അപ്പൊ കടയിലെ ആ ഡ്രൈവർ പറഞ്ഞു, അല്ല കടയിലെ ആൾക്കാർ പറഞ്ഞു, ചേട്ടാ ഒരു 50 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്യായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഗംഗാവലി നദി നിറഞ്ഞൊഴുകുകയും എഴുന്ന് മണ്ണിടിഞ്ഞ് വീഴുകയാണ് കേട്ടത്. വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ആ ഒച്ച കേട്ടത്. അപ്പൊ നോക്കുമ്പോൾ അതേ പുഴയിൽ കൂടെയാണ് ആ ടാങ്കർ ഒഴുകി പോകുന്നത് കണ്ടത്. അതായത് ഈ ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം നദിയിൽ നിന്നാണ് കിട്ടിയത്. കിലോമീറ്ററുകളോളം അത് ഒഴുകി പോയതിനു ശേഷമാണ് കിട്ടിയത്. ആ നദിയിലേക്കാണ്, ആ പഞ്ചർ കടയുടെ തൊട്ടടുത്താണ് ലക്ഷ്മണന്റെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത്. ആ ചായക്കടയും അഭിലാഷ് കണ്ടിട്ടുണ്ടാകുമല്ലോ. ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവരടക്കം ആ വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അഭിലാഷ്? സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ മുതൽ നല്ല മഴയായിരുന്നു അങ്ങോട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് കേരളം തൊട്ട് അങ്ങോട്ട് നല്ല മഴയായിരുന്നു. അഭിലാഷ്, അതായത് നമുക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മണ്ണിനടിയിൽ അർജുന്റെ വണ്ടിയുണ്ടോ എന്നതാണ്. ഈ ടാങ്കറിന്റെ ഭാഗം ഒഴുകി പോകുന്നത് മാത്രമാണോ അഭിലാഷ് കണ്ടത്? മറ്റേതെങ്കിലും വാഹനം നദിയിലേക്ക് വീഴുന്നതോ നദിയിലൂടെ ഒഴുകി പോകുന്നതോ തടിക്കഷണം ഒഴുകി പോകുന്നതോ എന്തെങ്കിലും കണ്ടിരുന്നോ? ഒരു കാരണവശാലും ആ വണ്ടി പുഴയിൽ വീഴാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. കാരണം ആ ഗംഗാവലി നദി ഒഴുകുന്നതിന് മുമ്പായിട്ട് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായത്. അപ്പൊ ആ ടാങ്കർ വന്ന് വെള്ളത്തിൽ പറഞ്ഞതിന്റെയാണ് ആ ഗംഗാവലി നദി ഒരു 5 മിനിറ്റ് നേരത്തെ റൂട്ടിലോട്ട് കയറിയത്. അപ്പോൾ ഞങ്ങൾ ഒഴുകി പോകുന്നത് കണ്ടത് ടാങ്കറാണ്, അല്ലാണ്ട് അർജുന്റെ വണ്ടിയോ അർജുനോ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഒരു കാരണവശാലും ആ വണ്ടി അങ്ങനെ പോകാനും പറ്റില്ല. ഓക്കെ, അഭിലാഷിന്റെ വാക്കുകൾ വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് അല്ലെ? കാരണം അർജുനും ലോറിയും മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്രയും കാലം മണ്ണ് നീക്കിയത്. റഡാർ സംവിധാനം ഉപയോഗിച്ച് ആധുനികമായി തന്നെയാണ് മണ്ണ് നീക്കിയിരിക്കുന്നത്. ഇനി എല്ലാ മണ്ണും നീക്കിയതിന് ശേഷം ലോറി പുഴയിലാണെന്ന് പറയുമ്പോൾ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. എന്തായാലും ഇപ്പോൾ ഉള്ള റഡാർ സംവിധാനം ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തുള്ള മണ്ണ് നീക്കിയിട്ടും ലോറി കിട്ടാത്തതുകൊണ്ട് ഇന്ന് ആർമിയുടെ കയ്യിലുള്ള ശക്തമായ റഡാർ ഉപയോഗിച്ച് വീണ്ടും ലോറി ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെന്നതിനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. അതിനുള്ള സാധ്യത എത്രത്തോളം കുറവാണെന്ന് എല്ലാവർക്കും അറിയുന്നതുമാണ്. ആ ചർച്ചയ്ക്കുള്ള സമയമൊക്കെ കഴിഞ്ഞു. കർണാടകയിലെ ജനങ്ങളും സർക്കാരും അവരുടെ നിലവാരം എന്താണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. കേരളത്തിന്റെ വില എന്താണെന്ന് നമ്മളിൽ പലരും തിരിച്ചറിയുകയും ചെയ്തു. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നതെങ്കിൽ രക്ഷാപ്രവർത്തനം ഇത്രയും വൈകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സർക്കാരും സംവിധാനങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ കൈക്കോട്ടും പിക്കാസും എടുത്തിട്ട് നാട്ടുകാർ പണിയെടുക്കും. നമ്മുടെ ചരിത്രം അങ്ങനെയാണല്ലോ. കവളപ്പാറയിലൊക്കെ രാത്രി ഏറെ വൈകിയിട്ടു. ആ മഴയത്ത് രാത്രി ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും അതിലൊന്നും വകവെക്കാതെ, അധികൃതരുടെ വാണിംഗ് പോലും കേൾക്കാൻ നിൽക്കാതെ സഹജീവികൾക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം തുടർന്നവരാണ് നമ്മൾ. ഇന്ത്യയിലെ സ്വർഗത്തിലാണ് ശരിക്കും നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്നവരാണ് മലയാളികൾ. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരേ പരിഗണന നൽകുന്നത് കൊണ്ട് തന്നെയാണ് കേരളം ഇപ്പോഴും നമ്പർ 1 ആയി നിൽക്കുന്നത്. ചിരൂരിലെ മണ്ണിനടിയിൽ അർജുന് പകരം ഒരു കർണാടകക്കാരനാണെങ്കിൽ കൂടിയും കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സമീപനമേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഒരു പ്രമുഖ വ്യവസായിയോ മന്ത്രിപുത്രനോ ഒക്കെ ആയിരുന്നെങ്കിൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവർ രക്ഷാപ്രവർത്തനം നടത്തിയേനെ. അതാണ് കേരളവും ഇന്ത്യയിലെ ശരാശരി മറ്റുള്ള സംസ്ഥാനവും തമ്മിലുള്ള മാറ്റം. ദുരന്ത മുഖത്ത് മലയാളികൾ കാണിക്കുന്ന ഊർജവും ആർജവും മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ മാറ്റം മനസ്സിലാകും. എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ? നമ്മളെല്ലാം തികഞ്ഞവരാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ശിരൂരിൽ സംഭവിച്ചതുപോലെയുള്ള വളരെ വൈകിയുള്ള രക്ഷാപ്രവർത്തനങ്ങളൊന്നും ഇവിടെ ഉണ്ടാകാൻ പോണില്ല എന്നുള്ളതാണ്. ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. കരയിൽ നിന്നും ഇനി അധികമായി മണ്ണ് നീക്കം ചെയ്യില്ല എന്നും, അങ്ങനെ നീക്കം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ അല്പസമയം കൊണ്ട് തന്നെ ഗംഗാവലി പുഴയിലേക്ക് തിരച്ചിൽ മാറ്റാൻ സാധ്യതയുണ്ട്. നേവിയും സേനയും ഒരുമിച്ച് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പുഴയിലേക്ക് മണ്ണിടിഞ്ഞു പോയി അവിടെ രൂപപ്പെട്ട മൺകൂനകളുടെ അടക്കം പരിശോധന നടത്തേണ്ടി വരും. നമുക്ക് പ്രതീക്ഷ വെക്കാം അല്ലെ? അർജുനെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്. 10ാം ക്ലാസ് മുതൽ ചെറിയ ജോലികൾ ചെയ്ത് അവൻ പോറ്റിയ അവന്റെ കുടുംബം. അവർക്ക് വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണാനെങ്കിലും അർജുനെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നെങ്കിലും അതിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.